ഹായ്, കസ്റ്റമൈസേഷൻ. ക്വിക്ക്ബുക്സിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കസ്റ്റമൈസേഷൻ ആണ്. സെഷൻ 2 കസ്റ്റമൈസേഷൻ. കസ്റ്റമൈസേഷൻ കൊണ്ട് എന്താണ് പ്രയോജനം? കസ്റ്റമൈസേഷൻ കൊണ്ടുള്ള പ്രയോജനങ്ങൾ രണ്ടാണ്. ഒന്ന്, ഇന്റേണൽ ആയിട്ടൊരു ബെനിഫിറ്റ് കിട്ടും. എന്താണ് എനിക്ക് ഇന്റേണൽ ആയിട്ട് ബെനിഫിറ്റ് കിട്ടുന്നത്? എനിക്ക് ഒരുപാട് വർക്ക് ലോഡ് കുറഞ്ഞു കിട്ടും. എൻ്റെ പ്രൊഡക്ടിവിറ്റി കൂടും. ഹാർഡ് വർക്കിൽ നിന്ന് ഞാൻ സ്മാർട്ട് വർക്കിലേക്ക് മാറും. ഒരു സ്മാർട്ട് അക്കൗണ്ടന്റ് എപ്പോഴും ഹാർഡ് വർക്ക് ചെയ്യുകയല്ല വേണ്ടത്, സ്മാർട്ട് വർക്ക് ചെയ്യാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു സ്മാർട്ട് അക്കൗണ്ടന്റ് ആയിട്ട് മാറുന്ന ആദ്യത്തെ സ്റ്റെപ്പാണ് നമ്മൾ ഈ സെഷനിൽ പഠിക്കാൻ പോകുന്നത്. കസ്റ്റമൈസേഷൻ നമുക്ക് കമ്പനിയിൽ വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ആദ്യമേ നമ്മൾ ഗിയർ ഐക്കണിൽ പോകണം. ഇതാണ് ഗിയർ ഐക്കൺ, ഇവിടെ കാണുന്ന തേർഡ് ബട്ടൺ. ഈ ഗിയർ ഐക്കൺ നോക്കിയിട്ട് സെറ്റിംഗ്സ് ആണ് നമ്മൾ ആദ്യമേ ശരിയാക്കാൻ പോകുന്നത്. കമ്പനി സെറ്റിംഗ്സ് നമ്മൾ ആദ്യം ശരിയാക്കും, അതിനുശേഷം നമ്മൾ കസ്റ്റം ഫോം സ്റ്റൈൽസ് ചെയ്യാം. ഇന്ന് നമ്മൾ ഈ രണ്ട് കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത്. ഈ കമ്പനി സെറ്റിംഗ്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഇങ്ങനെ കമ്പനി നെയിം ഇത് വരും. ഇവിടെ നമ്മൾ ഈ സ്റ്റുഡൻസ് എന്ന് വെച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ചെയ്തിരിക്കുന്ന നമ്മളുടെ ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും ഒക്കെ വരും. മൊബൈൽ നമ്പർ എന്ന് പറയുന്നത് വാട്സപ്പ് നമ്പറാണ്. 9745608596 വാട്സപ്പ് നമ്പർ. ഇത് റിയൽ ആയിട്ടുള്ള വാട്സപ്പ് നമ്പറാണ്. അതുപോലെ തന്നെ ഈ ഇമെയിൽ ഐ ഡി എന്ന് പറയുന്നത് Ciby K.C gst@gmail.com എന്ന് പറയുന്നത് എൻ്റെ ഇമെയിൽ ഐ ഡി ആണ്. സോ നിങ്ങൾക്ക് എനിക്ക് ഇമെയിൽ അയക്കണമെങ്കിൽ ഈ ഇമെയിൽ ഐ ഡിയിൽ കോൺടാക്ട് ചെയ്യാം. ഈ വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജസും അയക്കാം. കമ്പനി നെയിം എങ്ങനെയാണ് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് മോഡിഫൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾക്ക് ആവശ്യമുള്ളതിന് വേണ്ടിയിട്ട് മാറ്റുന്നത്? ഇവിടെ കമ്പനി നെയിം ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റി ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സേവ് ചെയ്യാം. രണ്ടാമത്തെ കാര്യം, ഇത് നമ്മൾ ക്യാൻസൽ ചെയ്തു, സേവ് ചെയ്യുന്നില്ല, വേറെ ചേഞ്ചസ് വരുത്തുന്നില്ല. കമ്പനി ലോഗോ നമുക്ക് ഇവിടെ ഇടാനായിട്ട് പറ്റും. എനിക്കിവിടെ കമ്പനി ലോഗോ ആഡ് ചെയ്യാം. പുതിയ ലോഗോസ് ഞാൻ ഉണ്ടാക്കിയിട്ട് എനിക്കിവിടെ ആഡ് ചെയ്ത് പുതിയ ലോഗോ ഇടാനായിട്ട് പറ്റും. അപ്പോൾ ഈ ലോഗോ ഇട്ട് കഴിഞ്ഞാലുള്ള ഗുണം, നമ്മളുടെ റിപ്പോർട്ട്സിലെല്ലാം നമുക്ക് ഈ ലോഗോ കാണിക്കാനായിട്ട് പറ്റും. സോ സ്റ്റൈലിഷ് ആയിട്ടുള്ള റിപ്പോർട്ട്സ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ലോഗോയൊക്കെ വെച്ചിട്ടുള്ള നല്ല റിപ്പോർട്ട്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അടുത്തത് അക്കൗണ്ടിങ് മെത്തേഡാണ്. അക്കൗണ്ടന്റ് ആയിട്ടുള്ള ഈ കോഴ്സ് നോൺ അക്കൗണ്ടൻസിനും അക്കൗണ്ടൻസിനും ഉള്ളതാണ്. അക്കൗണ്ടൻസിന് അറിയാം എന്താണ് അക്രൂവൽ ബേസ് ഓഫ് അക്കൗണ്ടിങ്, എന്താണ് ക്യാഷ് ബേസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. സോ ക്വിക്ക്ബുക്സിൽ ഒരു ഓപ്ഷൻ ഉണ്ട്, നമുക്ക് അക്രൂവൽ ബേസിസ് വേണമെങ്കിൽ ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ ക്യാഷ് ബേസ് ഫോളോ ചെയ്യാം. പക്ഷേ ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ടെങ്കിലും നമുക്ക് ചില ആളുകൾ അക്രൂവൽ ബേസ് ആയിരിക്കത്തില്ല, ക്യാഷ് ബേസ് ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. അവർക്കും ഇവിടെ അക്രൂവൽ കൊടുക്കുന്നതാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. അതിന് കാരണം ക്വിക്ക്ബുക്സിൽ റിപ്പോർട്ട്സ് എടുത്തു കഴിയുമ്പോൾ നമുക്ക് അക്രൂവൽ ബേസിസിലും റിപ്പോർട്ട്സ് എടുക്കാം, ക്യാഷ് ബേസിലും റിപ്പോർട്ട്സ് എടുക്കാം. അപ്പോൾ അക്രൂവൽ ബേസ് നമ്മൾ അക്കൗണ്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് രണ്ട് തരം റിപ്പോർട്ട്സ് കിട്ടുകയുള്ളൂ. നമുക്ക് ക്യാഷ് ബേസ് ആണ് ഫോളോ ചെയ്യുന്നതെങ്കിലും ഇവിടെ അക്കൗണ്ടിങ് മെത്തേഡായിട്ട് സെലക്ട് ചെയ്യുന്നത് അക്രൂവൽ ബേസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ഗുണം, അഡ്വാൻറ്റേജ് നമുക്ക് ഉണ്ടാകുന്നുണ്ട്. പാൻ, പെർമനന്റ് അക്കൗണ്ട് നമ്പർ, കമ്പനിയുടെ ഐഡന്റിഫിക്കേഷൻ നമ്പർ, ഇവിടെ കാറ്റഗറീസ്, കസ്റ്റമർ ലേബർ, ഇതൊക്കെ ചെയ്യാം. ഇത് എഡിറ്റ് ചെയ്യാനായിട്ടുള്ള ബട്ടണാണ് പെൻസിൽ ബട്ടൺ എന്ന് പറയുന്നത്. കമ്പനി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെയിൽസ്, എക്സ്പെൻസസ്, അഡ്വാൻസസ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ് കിടക്കുന്നത്. ഇവിടെ എന്താണ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത്? ഇവിടെ ഓരോന്നും എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. സെയിൽസിന്റെ ഫോം കണ്ടന്റ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെയുള്ളൊരു അഡ്വാൻറ്റേജ്, ഇവിടെ നമുക്ക് ഓഫ് ആക്കുകയും ഓൺ ആക്കുകയും ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള ഫീൽഡ്സ് ആണെങ്കിൽ നമ്മളത് ഓൺ ആക്കി വെക്കുക, ആവശ്യമില്ലാത്ത ഫീൽഡ്സ് ആണെങ്കിൽ നമ്മളത് ഓഫ് ആക്കി വെക്കുക. എന്തുകൊണ്ടാണ് ഓഫ് ആക്കി വെക്കേണ്ടത്? ഓഫ് ആക്കി വെച്ചില്ലെങ്കിൽ നമുക്ക് ഒരുപാട് വർക്ക് ലോഡ് ഉണ്ടാകും. സോ ഫസ്റ്റിലെ തന്നെ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് വർക്ക് ലോഡ് എങ്ങനെ മിനിമൈസ് ചെയ്യാം, നമ്മുടെ പ്രൊഡക്ടിവിറ്റി എങ്ങനെ ഇൻക്രീസ് ചെയ്യാം. സോ ഒരു സ്മാർട്ട് അക്കൗണ്ടന്റ് ആയിട്ടുള്ള അയാളുടെ വർക്ക് എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതാണ് നോക്കേണ്ടത്. സോ പ്രൊഡക്ട്സ്, സർവീസസ് നമുക്ക് സപ്പോസ് നമുക്ക് ഇല്ല എങ്കിൽ, ഇൻവെന്ററി ഇല്ല എങ്കിൽ നമുക്കിത് ഓഫ് ആക്കി വെക്കാം. നമ്മൾ എന്തിനാണ് ഇത് ഓൺ ആക്കുന്നത്? ഇതെല്ലാം നമുക്ക് വേണ്ട എന്ന് തീരുമാനിക്കാം. ബിക്കോസ് വി ഹാവ് നോ ഇൻവെന്ററി. അപ്പോൾ നമുക്ക് ഇങ്ങനെ ടേണിംഗ് ഓഫ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓഫ് ആയിരിക്കും. സോ ഇങ്ങനെ ഓഫ് ആക്കി കഴിയുമ്പോൾ നമുക്ക് ഇൻവെന്ററിയുമായിട്ടുള്ള നമ്മുടെ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്തൊന്നും ഇൻവെന്ററിയുടെ ഇതൊന്നും വരത്തില്ല. അതുപോലെ പ്രോഗ്രസീവ് ഇൻവോയ്സിങ് അല്ല നമ്മൾ നടത്തുന്നതെങ്കിൽ നമുക്കിത് ഓഫ് ആക്കി വെക്കാം. സോ ഓൺ ആക്കുക, ഓഫ് ആക്കുക എന്നുള്ളത് സെയിൽസിൽ മാത്രമല്ല എക്സ്പെൻസസിലും നമുക്ക് ചെയ്യാം. സോ പർച്ചേസ് ഓർഡർ ഒക്കെ അയക്കുന്ന ഒരു മെക്കാനിസം നമ്മുടെ ബിസിനസ്സിൽ ഇല്ലെങ്കിൽ നമുക്കത് ഓഫ് ആക്കി വെക്കാം. ഇനി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പല കാര്യങ്ങൾ, ചാർട്ട് ഓഫ് അക്കൗണ്ട്സിനകത്ത് നമ്പേഴ്സ് ഒന്നും പലപ്പോഴും നമുക്ക് ആവശ്യമില്ലായിരിക്കും. ഈ നമ്പർ ഒന്ന് വിട്ടിട്ട് അക്കൗണ്ടിങ് സിസ്റ്റം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ അത്ര വലിയ ഓർഗനൈസേഷൻ ആയിരിക്കണം. ഒരു സ്മോൾ ബിസിനസ് ഓർഗനൈസേഷൻ ആണെങ്കിൽ നമുക്ക് അക്കൗണ്ടിങ് നമ്പേഴ്സിന്റെ ഒന്നും ആവശ്യമില്ല. കാരണം വി ഹാവ് ഓൺലി ഫ്യൂ അക്കൗണ്ട്സ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് ഓഫ് ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട്
വർക്ക് ലോഡ് കുറയ്ക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പ്രയോജനം. സോ മൾട്ടി കറൻസി, നമ്മൾ ഇന്ത്യയിൽ മാത്രമേ ട്രാൻസാക്ഷൻസ് നടത്തുന്നുള്ളൂ എങ്കിൽ, നമ്മൾ ഗ്രൂപ്പീസിൽ മാത്രമേ ക്യാഷ് വരികയും പോവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഓഫാക്കി വെക്കാം. ഇനി അതല്ല, നമുക്ക് ഡോളേഴ്സും യൂറോയും ഒക്കെ അതിനകത്ത് ഇൻവോൾവ് ആണെങ്കിൽ നമ്മൾ ഇത് ഓൺ ആക്കി വെച്ചിട്ട് ചെയ്യണം. സോ ഇതാണ് നമ്മൾ കസ്റ്റമൈസേഷൻ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. കസ്റ്റമൈസേഷൻ കൊണ്ട് രണ്ടാമതൊരു ബെനിഫിറ്റ് ഉണ്ട്. അത് നമ്മളുടെ ബ്രാൻഡിങ്ങിന് അത് നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. നമ്മൾ നല്ല സ്റ്റൈലാകും. എൻ്റെ ഹീറോ എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ രജനീകാന്താണ്. രജനീകാന്തിൻ്റെ ആക്ടിംഗ് അല്ല എന്നെ അട്രാക്ട് ചെയ്തിട്ടുള്ളത്, രജനീകാന്തിൻ്റെ സ്റ്റൈലാണ്. ഇന്ത്യൻ സിനിമയിലെ സ്റ്റൈൽ മന്നൻ എന്നാണ് രജനീകാന്ത് അറിയപ്പെടുന്നത്. നമ്മളുടെ കമ്പനിയെ നമുക്ക് ഇതുപോലെ സ്റ്റൈലിഷ് ആക്കണ്ടേ? ഇങ്ങനെ സ്റ്റൈലിഷ് ആക്കി മാറ്റണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ പുറത്തേക്ക് വിടുന്ന ഡോക്യുമെന്റ്സ്, പ്രത്യേകിച്ചും നമ്മളുടെ എസ്റ്റിമേറ്റ്സ്, ഇൻവോയ്സസ്, സെയിൽസ് റിസീറ്റ്സ്, ഇതെല്ലാം നമ്മൾ പുറത്തേക്ക് കൊടുക്കുമ്പോൾ, നമ്മൾ ഇമെയിൽ ചെയ്യുമ്പോഴെല്ലാം നമ്മളുടെ ബ്രാൻഡിങ് വരുന്ന ലോഗോയൊക്കെ വെച്ച് നല്ല സ്റ്റൈലിഷ് ആയിട്ട് നല്ല കളറിൽ വേണം ചെയ്യാനായിട്ട്. അങ്ങനെ ചെയ്യുന്ന ഒരു മെക്കാനിസം ക്വിക്ബുക്സിലുണ്ട്. നമുക്ക് നമ്മളുടെ എസ്റ്റിമേറ്റ്സ് എങ്ങനെയാണ് സ്റ്റൈലിഷ് ആക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. കസ്റ്റം ഫോം സ്റ്റൈൽ, നമുക്ക് എങ്ങനെയാണ് സ്റ്റൈലിഷ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുന്നത്? ഇവിടെ ഈ റൈറ്റ് കോർണറിൽ ഒരു ന്യൂ സ്റ്റൈൽ എന്ന് പറഞ്ഞൊന്ന് കിടപ്പുണ്ട്. നമുക്ക് ഈ ന്യൂ സ്റ്റൈൽ എടുത്ത് നോക്കാം. ഇവിടെ ഇൻവോയ്സ്, എസ്റ്റിമേറ്റ്, ക്യാഷ് മെമ്മോ. നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് എസ്റ്റിമേറ്റിനെ കുറിച്ചാണ്. എസ്റ്റിമേറ്റ്. സോ അടുത്തത് നമ്മൾ ഇൻവോയ്സിനെ കുറിച്ചും ക്യാഷ് മെമ്മോയെ കുറിച്ചും പറയും. ഇങ്ങനെ ഒരു എസ്റ്റിമേറ്റ് നമ്മൾ എടുത്തു കഴിയുമ്പോൾ, ഇത് നമ്മുടെ എസ്റ്റിമേറ്റ് ആണ്. എസ്റ്റിമേറ്റ് എടുത്തു കഴിയുമ്പോൾ നമുക്കിത് ഡിസൈൻ ചെയ്യാം. നമുക്കിതിൻ്റെ കണ്ടന്റ്സ് നമുക്ക് ഇങ്ങനെ മാറ്റാം. അതായത് ഇങ്ങനെ 3 ലെവലിൽ ഇരുന്നതിൻ്റെ കണ്ടന്റ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാം. അതുപോലെ നമുക്കിത് ഇമെയിൽ അയക്കുന്നത് നമുക്കിവിടെ സെറ്റ് ചെയ്ത് വെക്കാം. സോ ഇതിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ്. നമുക്ക് ഓരോ കസ്റ്റമറിൻ്റെതും അയക്കുമ്പോൾ നമുക്കിത് എപ്പോഴും നമ്മളിത് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഡ്രാഫ്റ്റ് എടുത്തിട്ട് നമുക്ക് മോഡിഫൈ ചെയ്ത് ചെറിയ മോഡിഫിക്കേഷൻസ് വെച്ചിട്ട് നമുക്ക് അയക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ ആദ്യമേ അതിൻ്റെ ഡിസൈൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ ഡിസൈനിന് വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് ടെംപ്ലേറ്റ്സ് ഉണ്ട്. അപ്പോൾ ആ ടെംപ്ലേറ്റ്സ് വെച്ചിട്ട് നമ്മളുടെ എങ്ങനെയാണ് നമ്മളുടെ ഇത് ഈ പറയുന്ന എസ്റ്റിമേറ്റിൻ്റെ സ്റ്റൈൽ എങ്ങനെയാണ് നന്നാക്കേണ്ടത് നമുക്ക് തീരുമാനിക്കാം. നമുക്ക് നമ്മളുടെ ലോഗോ ഇതിനകത്ത് ആഡ് ചെയ്യാം. ഡിഫറെൻറ്റ് കളേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ നമുക്ക് ഡിഫറെൻറ്റ് കളേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി മനോഹരമായിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇനി ഫോണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നമുക്ക് ആ ഫോണ്ട്സ് ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഒരു ഫെസിലിറ്റിയും ഉണ്ട്. ഇതിൻ്റെ കണ്ടന്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത്? കണ്ടന്റിനകത്ത് നമുക്ക് കണ്ടന്റ് ചെയ്ത് കഴിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചിലപ്പോൾ നമുക്ക് GST ഇല്ലാത്ത ഒരാളായിരിക്കും. അത് GST ഇല്ല എങ്കിൽ നമ്മൾക്ക് ഈ പറയുന്ന GSTയുടെ കംപ്ലയൻസസ് വെച്ചിട്ടുള്ളതൊന്നും നമുക്ക് കണ്ടന്റിന്റെ ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ളതുപോലെ അതിനെ മോഡിഫൈ ചെയ്യുക. പിന്നെ GST ഉള്ള ഒരാളാണ്, GST കസ്റ്റമർ ആണ്, GST ആണ്, നിങ്ങൾക്ക് GST ഉണ്ട് എങ്കിൽ, അതായത് നമ്മളുടെ ബിസിനസ്മാന് GST ഉണ്ട് എങ്കിൽ ദെൻ ടാക്സ് ഇൻവോയ്സ് ഉണ്ടാക്കുന്നത് നമ്മളൊരു പ്രത്യേക രീതിയിൽ വേണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്ത് GSTയുടെ ഇതുകൂടി നമ്മൾ ഓൺ ആക്കി വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. എസ്റ്റിമേറ്റിനകത്ത് നമ്മൾ ആ GSTയുടെ പോർഷൻ ഇൻക്ലൂഡ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് പിന്നീട് ക്യാഷ് കളക്ട് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ട് വരും. ദെൻ ഇമെയിൽസ് ഞാൻ പറഞ്ഞു ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇത് നമുക്ക് PDF വേർഷൻ എടുത്തിട്ട് അയക്കാം. ഇവിടെ ഡൺ ചെയ്യാം. അതിന് മുൻപ് നമുക്ക് പ്രിവ്യൂ ചെയ്യാം. നമുക്ക് ഇഷ്ടം ഉള്ളതുപോലെയുള്ള ഒരു ഫോമിലാണോ വന്നത്, നല്ല സ്റ്റൈലിഷ് ആയിട്ട് ആ ഫോമിൽ വന്നോ എന്നുള്ളത് നോക്കിയതിനു ശേഷം നമ്മൾ ഫോം മാത്രം നോക്കിയാൽ മതിയോ, സ്റ്റൈൽ മാത്രം നോക്കിയാൽ മതിയോ? പോരാ. നമ്മൾ GST കംപ്ലയൻറ്റ് ഇൻവോയ്സസ് ഉണ്ടാക്കണം. ഇന്ത്യയിൽ 1 നേഷൻ 1 ടാക്സ് GST വന്നതോടുകൂടി GST ഉള്ള ആളുകൾ, GST ഉള്ള രജിസ്ട്രേഷൻ ഉള്ള ആളുകൾ അവർ ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ GST കംപ്ലയൻസ് ഉള്ള ഇൻവോയ്സ് ഉണ്ടാക്കണം. സോ GST കംപ്ലയൻസ് ഉള്ള ഇൻവോയ്സ് എങ്ങനെ ഉണ്ടാക്കാം? ആ ഇൻവോയ്സസ് നമുക്ക് നല്ല സ്റ്റൈലായിട്ട് ഉണ്ടാക്കാം, കളറൊക്കെ ചേർത്തിട്ട് നല്ല സ്റ്റൈലായിട്ട് ഉണ്ടാക്കാം. അങ്ങനെ ഉള്ള ഇൻവോയ്സസ് ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ പഠിക്കണം. അതുപോലെ തന്നെയാണ് സെയിൽസ് റിസീറ്റ്സ് എന്ന് പറയുന്നത്. നമ്മളുടെ ക്യാഷ് മെമ്മോ പ്രിപ്പയർ ചെയ്യുമ്പോഴും നമ്മൾ ഈ GST കംപ്ലയൻസ് നോക്കിയിട്ട് വേണം പ്രിപ്പയർ ചെയ്യാനായിട്ട്. സോ we will make our invoices more attractive and our branding will be done so that we get a feeling of a branded company. ഇൻവോയ്സ് ആണ്. ഇൻവോയ്സ് എന്ന് പറയുന്നത് നമ്മൾ വളരെ സൂക്ഷിച്ച് ചെയ്യണം. കാരണം ഇൻവോയ്സ് എന്ന് പറയുന്നത് ഒരു GST ഉള്ള ഒരാൾക്കാണെങ്കിൽ ഇറ്റ് ഈസ് എ ടാക്സ് ഇൻവോയ്സ്. സോ ടാക്സ് ഇൻവോയ്സ് ആണ് എങ്കിൽ ടാക്സ് ഇൻവോയ്സ് GST അനുസരിച്ചിട്ടുള്ള കണ്ടന്റ് അതിനകത്ത് വരണം എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം.
സോ ഇങ്ങനെ കണ്ടന്റ് വരുമ്പോൾ നമ്മൾ ഇൻവോയ്സിന് നമുക്ക് കംപ്ലയൻസ് റിക്വയർമെന്റ് ഉണ്ട്. നമ്മളൊരു എസ്റ്റിമേറ്റിനെ ഇൻവോയ്സ് ആക്കി മാറ്റുവാണെങ്കിൽ നമ്മളിത് എസ്റ്റിമേറ്റ് തന്നെ നമ്മളത് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട് മാറ്റാനായിട്ട്. ഇൻവോയ്സ് ഏതായാലും GST ഉണ്ടെങ്കിൽ നമ്മൾ GST റിക്വയർമെന്റ്സ് അനുസരിച്ചിട്ടുള്ള ഒരു ടാക്സ് ഇൻവോയ്സ് വേണം പ്രിപ്പയർ ചെയ്യാനായിട്ട്. പിന്നെ ഇത് ഡിസൈൻ ചെയ്യുന്നത് നമുക്ക് ടെംപ്ലേറ്റ്സ്, വേരിയസ് ടെംപ്ലേറ്റ്സ് നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ടെംപ്ലേറ്റ് നമുക്ക് സെലക്ട് ചെയ്യാം. നമുക്ക് ലോഗോ നമുക്ക് വെക്കാം, നമ്മളുടെ കസ്റ്റമേഴ്സ് ഒക്കെ നമ്മളുടെ ലോഗോയൊക്കെ കാണട്ടെ എന്ന് വെക്കാം. ദെൻ ഇതിന്റെ കളേഴ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാം. കളേഴ്സ് ചേഞ്ച് ചെയ്യാനായിട്ടൊക്കെ വളരെ എളുപ്പമാണ്. സോ ഇത് വൺസ് നമുക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ എല്ലാ ഇൻവോയ്സസും ഇതുപോലെ തന്നെ വന്നോളും. സോ ഫോണ്ട്സ് ചേഞ്ച് ചെയ്യാം. ഇവിടെ നമുക്ക് പ്രിവ്യൂ എടുത്ത് നോക്കാം. എങ്ങനെയാണ് നമ്മളിത് ചെയ്ത് കഴിയുമ്പോൾ ശരിക്കും അതിന്റെ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് പറ്റും. സോ ഇങ്ങനെ ആണ് നമുക്ക് ഒരു ടാക്സ് ഇൻവോയ്സ് സ്റ്റൈലിഷ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി അടുത്തത് നമ്മൾ ഇതിന്റെ അടുത്ത സംഗതി നമ്മളുടെ ക്യാഷ് മെമ്മോയാണ്. ഈ ക്യാഷ് മെമ്മോ എന്ന് പറയുന്നത് എന്താണ്? ക്യാഷ് മെമ്മോ എന്ന് പറയുന്നത് നമ്മുടെ സെയിൽസ് റെസീറ്റ് ആണ്. എന്താണ് ഈ സെയിൽസ് റെസീറ്റും ഇൻവോയ്സ് തമ്മിലുള്ള ഡിഫറൻസ്? നമ്മൾ അക്രൂവൽ ബേസിസിൽ അക്കൗണ്ട് ചെയ്യുമ്പോൾ ഡ്യൂ ആകുമ്പോഴേ നമ്മൾ ഇൻവോയ്സസ് എഴുതും. പക്ഷേ ക്യാഷ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ക്യാഷ് സെയിൽസ് എന്നാണ് വിളിക്കേണ്ടത്. സോ ക്യാഷ് സെയിൽസ് ആണ്. പേയ്മെന്റ് നമുക്ക് അപ്പോൾ തന്നെ കിട്ടിക്കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഇൻവോയ്സ് എഴുതേണ്ട ആവശ്യമില്ല, നമുക്കൊരു സെയിൽസ് റെസീറ്റ് എഴുതാം. സോ ഒരു സെയിൽസ് റെസീറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മളുടെ ക്യാഷ് സെയിൽസ് ആണ്. സോ ഈ ക്യാഷ് സെയിൽസ് റെക്കോർഡ് ചെയ്യുന്നത് കസ്റ്റമേഴ്സിന്റെ അടുത്ത് നമുക്ക് പൈസ അപ്പോൾ തന്നെ കിട്ടുന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ അതിനെ സെയിൽസ് റെസീറ്റ് എന്ന് വിളിക്കുന്നു. ക്യാഷ് മെമ്മോയും സെയിൽസ് റെസീറ്റും എല്ലാം ഒന്ന് തന്നെയാണ്. ഇതിന്റെ ടെംപ്ലേറ്റ് നമുക്ക് നേരത്തെ ചെയ്ത് 2 ഫോം പോലെ തന്നെ ടെംപ്ലേറ്റ് മാറ്റാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് ലോഗോ മാറ്റാനായിട്ട് പറ്റും. ഇതിന്റെ കളേഴ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഫോണ്ട് സൈസ് മാറ്റാനായിട്ട് പറ്റും. സോ കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻവോയ്സിൽ കണ്ടിരിക്കുന്നത് പോലെ തന്നെയാണ്. ഇവിടെ ഉള്ളൊരു പ്രത്യേകത എന്താണ്? സെയിൽസ് റെസീറ്റിലുള്ള പ്രത്യേകത നമുക്ക് പേയ്മെന്റ് ഉടനെ കിട്ടുന്നു. അതുകൊണ്ട് തന്നെ കസ്റ്റമർ എന്ന് പറയുന്നത് നമുക്ക് പൈസ തന്നു കഴിഞ്ഞ ആളാണ്. ദെൻ ഇമെയിലിനകത്ത് നമുക്ക് എഴുതാം, പ്ലീസ് റിവ്യൂ ദ സെയിൽസ് റെസീറ്റ് ബിലോ, വി അപ്രീഷിയേറ്റ് ഇറ്റ് വെരി മച്ച് എന്ന് പറഞ്ഞിട്ട് ചെയ്യാം. അപ്പൊ അയാളുടെ നമുക്ക് പേയ്മെന്റ് നടത്താനായിട്ട് പറയേണ്ട ആവശ്യമില്ല, കാരണം പേയ്മെന്റ് തന്നു കഴിഞ്ഞു. സോ ഇതാണ് നമ്മളുടെ സെയിൽസ് റെസീറ്റ് അല്ലെങ്കിൽ ക്യാഷ് മെമ്മോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ക്വിക്ക്ബുക്സിന്റെ അടുത്ത സെഷൻസും കിട്ടണമെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾക്ക് പെയ്ഡ് വേർഷൻ ഉണ്ട്. നിങ്ങൾക്ക് 1-to-1 കിട്ടാനായിട്ട്, 1-to-1 കൗൺസിലിംഗ് കിട്ടാനായിട്ട്, 1-to-1 ട്രെയിനിങ് കിട്ടാൻ, 1-to-1 കൺസൾട്ടൻസി കിട്ടാനായിട്ട് യു ക്യാൻ ജോയിൻ വിത്ത് അസ്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് മുകളിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജ് അയക്കുക. അവർ ടീം വിൽ കോൺടാക്ട് യു ആൻഡ് വി ക്യാൻ സ്റ്റാർട്ട് 1-to-1 ട്രെയിനിങ് ആൻഡ് ഗ്രോ ഇൻ ക്വിക്ക്ബുക്സ്. കസ്റ്റമൈസേഷൻ നടത്തണമെങ്കിൽ നമ്മൾക്ക് ബിസിനസിന്റെ നീഡ് എന്താണെന്ന് മനസ്സിലാക്കണം, ബിസിനസിന്റെ റിക്വയർമെന്റ്സ് എന്താണെന്ന് മനസ്സിലാക്കണം, നിങ്ങൾക്ക് ഏത് സ്റ്റൈലാണ് ഇഷ്ടം എന്നുള്ളത് മനസ്സിലാക്കണം. സോ 1-to-1 ട്രെയിനിങ് ഈസ് എ മസ്റ്റ് ഫോർ QuickBooks, working in QuickBooks.